ഹരി ഓം. ഭാഗവതം സപ്തമസ്കന്ധം 1-ാം അധ്യായം 25-ാം ശ്ലോകം മുതൽ നമ്മൾ പറയുകയാണ്. തസ്മാത് വൈരാനുബന്ധേന, തസ്മാത് വൈരം എന്നുള്ള വാക്കാണ്. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജ്യാത് കഥഞ്ചിൻ നേക്ഷതേ പൃഥക്, കഥഞ്ചിത് നേക്ഷതേ പൃഥക്. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജ്യാത് കഥഞ്ചിത് നേക്ഷതേ പൃഥക്. തസ്മാത് അത് കാരണം കൊണ്ട് അതുകൊണ്ട് വൈരാനുബന്ധേന വൈരത്തിൽ നിന്ന് ഒരു ആളുമായിട്ടുള്ള വൈരം, ഈർഷ്യ, ദേഷ്യം, അതിൽ നിന്നുണ്ടായതായിട്ടുള്ള അത് കാരണമായിട്ടുള്ള നിർവൈരേണ വൈരത്തോട് കൂടാതെ കണ്ടോ, ദേഷ്യമൊന്നും കൂടാതെയോ, ഭയം കൊണ്ടോ, ഭയം കൊണ്ടോ, സ്നേഹം കൊണ്ടോ, സ്നേഹാത് വാ കാമേന കാമം കൊണ്ടോ, കഥഞ്ചിത് ഏത് വിധത്തിലെങ്കിലും അത് മനസ്സിനെ യോജിപ്പിക്കണം. ഏതെങ്കിലും കൊണ്ട്, ഒന്നെങ്കിൽ വൈരം കൊണ്ട് മനസ്സിനെ യോജിപ്പിക്കണം, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് യോജിപ്പിക്കണം, അല്ലെങ്കിൽ ഭയം കൊണ്ട് പേടിച്ചിട്ട് നമ്മൾ എന്തിനോടെങ്കിലും നമ്മൾ അഡ്മിറ്റ് ചെയ്യും. അത് ഭയം കൊണ്ട്, അയ്യോ അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മതി എന്ന് പറയുന്ന അതുകൊണ്ട് ഭിന്നമായിട്ട് ഒന്നും കാണുന്നില്ല. നമ്മൾ 24-ാമത്തേത് കണ്ടായിരുന്നല്ലോ. എന്നിബദ്ധോഭിമാനോയം തദ്വധാത് പ്രാണിനം വധ തഥാ നയസ്യ കൈവല്യാത് അഭിമാനോഖിലാത്മന പരസ്യ ദമകർത്തുർഹി ഹിംസാ കേനാസ്യ കൽപ്യതേ. അത് പറഞ്ഞായിരുന്നല്ലോ അല്ലേ. ഏതൊരു ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം അറിവില്ലാത്തവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നുവോ ആ ശരീരത്തിനെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട്, വധിക്കുന്നത് കൊണ്ട്, പ്രാണികളെ വധിച്ചുവെന്ന് ലോകത്തിൽ ഒരു ഒരു തീരുമാനം ഉണ്ടാകും. ഒരു പ്രാണികളെ നമ്മൾ കൊന്നെന്ന് വൈരം നമ്മുടെ ശരീരത്തെ കൊല്ലുന്നത് കൊണ്ട് അല്ലേ, ശരീരത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ട് ഒരു ഹിംസ ചെയ്തുവെന്ന് ലോകത്തിൽ ലോകത്തിൽ ഒരു ലോകം തീരുമാനമെടുക്കുന്നു. അതുകൊണ്ട് ഭഗവാന് ശരീര അഭിമാനമില്ല. അതുകൊണ്ട് തന്നെ ദൈത്യാദികളെ വധിക്കുന്നതിനും ആ ഹിതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ദൈത്യന്മാരെ വധിക്കുന്നത്. അതൊരു ഭഗവാനായതുകൊണ്ട്, ശരീരമില്ലാത്ത ഒരാളായതുകൊണ്ട്, ശരീരമില്ലാത്ത ഒന്നിനെ ശരീരം ഞാനാണെന്ന് അഭിമാനിക്കുന്ന ഒന്നിനെ കൊല്ലുന്നതുകൊണ്ട് ഭഗവാന് പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഭഗവാന് ശരീരമില്ല, പ്രത്യേകിച്ച് ശരീരമൊന്നുമില്ലെന്ന് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് എന്നത് ദ്വന്ദ്വങ്ങളിൽ നിന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തസ്മാത് വൈരാനുബന്ധേന, നിന്ദ സ്തുതി നിമിത്തം ഭഗവാന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ഭഗവാനെ നിന്ദിച്ചത് കൊണ്ടോ, ശിശുപാലൻ്റെയൊക്കെ കാര്യത്തിൽ എങ്ങനെയാണ്, നിന്ദിച്ചത് കൊണ്ടോ നമ്മൾ വന്ദിച്ചത് കൊണ്ടോ പ്രത്യേകിച്ച് ഭഗവാന് പ്രത്യേകതയൊന്നും വരുന്നില്ല. വരുന്ന ആർക്കാണ്? നമുക്ക് വൈരം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് വൈരമുണ്ട്, അല്ലെങ്കിൽ ഭഗവാനോട് സ്നേഹമുണ്ട്, ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് വല്ല ഗുണമുണ്ടല്ലോ. ഭഗവാന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഭഗവാൻ പ്രത്യേകിച്ച് അതിനകത്ത് സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതാണ് ഏതു വിധത്തിലാണെങ്കിലും ഭഗവാന് നിന്ദാസ്തുതികളിൽ ഒരു ഭാവവും പ്രത്യേകിച്ചൊരു വിഷമഭാവവും ഇല്ലാത്തത് കൊണ്ട് വൈരം കൊണ്ടോ, പിണക്കം കൊണ്ടോ, ഭക്തി കൊണ്ടോ, സ്നേഹം കൊണ്ടോ, ആഗ്രഹങ്ങൾ കൊണ്ടോ ഏത് വിധത്തിൽ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കണമെന്ന് അവരൊരു തീരുമാനിച്ചത്. എങ്ങനെയാണെങ്കിലും ഭഗവാൻ ഒരുപോലെയാണ്. മനസ്സിലായല്ലോ. അതാണ് ശിശുപാലനും ഈ പറഞ്ഞ ദൈത്യന്മാരും ഒക്കെ ഭഗവാനാൽ കൊല്ലപ്പെട്ടപ്പോൾ സായുജ്യം കിട്ടിയതെന്ന് നാരദർ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. യഥാവൈരാനുബന്ധേന തന്മയതാമിയാത് മർത്യഃ തന്മയതാമിയാത് എന്നാണ് ആ വാക്ക്. മർത്യഃ തന്മയതാം ഇയാത്, എപ്രകാരം ആ സ്വരൂപത്തെ പ്രാപിക്കുന്നുവോ ആ ഭക്തിയോഗത്താൽ, തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി, ആ ഭക്തിയോഗത്താൽ അപ്രകാരം ഭവിക്കുകയില്ല. തഥാ ഇതി മേ നിശ്ചിതാമതി, ബുദ്ധിയിൽ അത് ഞാൻ പറഞ്ഞു തരുന്നത് ഉറപ്പായിട്ടും എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അതായത് ശത്രുവിനെ എല്ലായ്പ്പോഴും ഓർമ്മിക്കും ഇല്ലേ. അങ്ങനെയല്ലേ നമ്മുടെ സ്വഭാവം. ശത്രുവാണെങ്കിൽ എപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ വിദ്വേഷഭക്തിയായിരുന്നു കംസനുണ്ടായിരുന്നു. ഭഗവാനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. എന്താ ഉറങ്ങുള്ളിൽ ഉറക്കത്തിൽ തന്നെ കൊല്ലാൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴാണ് വരിക എന്ന് ഓർത്തിരുന്നത് കൊണ്ട് അത് ഓർത്തിരുന്നാലും അതൊരു ഭക്തി തന്നെയാണ്. ഭഗവാനെയല്ലേ ഓർക്കുന്നേ. അതുകൊണ്ട്
അങ്ങനെയാണ്. കാമം കൊണ്ട് ഓർത്തിരുന്നത് ഗോപികമാർ, പിന്നെ സ്നേഹം കൊണ്ട് ഉദ്ധവരെ മുതലായ ആൾക്കാർ, ഭക്തി കൊണ്ട് നാരദന് മുതലായ ഋഷീശ്വരന്മാർ. അങ്ങനെ അതങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. കീടപേശകൃതാരുദ്ധ കുഡ്യായാം തം അനുസ്മരൻ സംരംഭ ഭയയോഗേന വിന്ദതേ തത്സ്വരൂപത. കീടപേശകൃതാരുദ്ധ കുഡ്യായാം തം അനുസ്മരൻ സംരംഭ ഭയയോഗേന വിന്ദതേ തത്സ്വരൂപത. അതിൻ്റെ രൂപത്തെ പ്രാപിക്കുന്നു. ഏതിൻ്റെയാ? പേശസ്കൃത. ഈ വേട്ടാവളിയെന്ന് നമ്മൾ പറയത്തില്ലേ, കൂട് വെക്കുന്നത് കണ്ടിട്ടില്ലേ? നല്ല നല്ല പഞ്ഞി വട്ട പോലെ ഇരിക്കുന്ന മണ്ണാണ് അത്. അതിൻ്റെ എന്തോ ഒരു സെക്രീഷൻ ഉണ്ടാകും അതിൻ്റെ ശരീരത്തിൽ നിന്ന്. അതുകൊണ്ട് ചാലിച്ച് മണ്ണ് കൊണ്ട് കൊച്ചു ആദ്യം നല്ല ഭംഗിയായിട്ട് ആ കൂടുണ്ടാക്കി എടുക്കുന്നത്. അതിന് പിന്നെ വേട്ടാവളിയെന്ന് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത്. ചുമരിൽ കുഡ്യായ എന്ന് പറഞ്ഞാൽ ചുമരിൽ അതിനകത്ത് ഇത് മുട്ടയിടും. ഒരു പുഴുവായിട്ടാണ് ഉണ്ടാകുന്നത് ഈ മുട്ട. അത് കഴിഞ്ഞാണ് ഒരു ചിറക് പൊളിച്ച് ഒരു ഈച്ച പോലെ ഉള്ളൊരു രൂപത്തിൽ പറക്കുന്നത്. ആ കീടഹ പുഴു, അതിനകത്ത് പുഴു ഉണ്ടാകും. നമുക്കറിയാം, വേട്ടാവളീൻ്റെ കൂട് പൊട്ടിച്ച് നോക്കിയാൽ പുഴുവിനെ കാണാം, പുഴു പോലെ ഇരിക്കുന്നത്. അത് പിന്നെ വേറൊരു രൂപം പ്രാപിക്കും. ക്രോധം, ഭയം എന്ന കാരണത്താൽ ആ വേട്ടാവളീനെ നിരന്തരം അനുസ്മരിക്കുന്നതായിട്ട്, അതായത് ഇരിക്കുന്ന പുഴു എപ്പോഴും അതിനെ അനുസ്മരിക്കും, അതിൻ്റെ രൂപത്തെ സ്വീകരിക്കുന്നു എന്നിവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജ ഈശ്വരേ വൈരേണ പൂതപാപ്മാനഃ തമാപുർ അനുചിന്തയ. ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജ ഈശ്വരേ വൈരേണ പൂതപാപ്മാനഃ അനുചിന്തയ നിരന്തരം ചിന്തിക്കുന്നത് കൊണ്ട്, അനുചിന്തനം ചെയ്യുന്നത്, എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട്, പൂതപാപ്മാന പാപം ഇല്ലാതായിട്ട്. പൂതം എന്ന് പറഞ്ഞാൽ പാപം, പൂതം. അതുകൊണ്ടാ പൂതപാപ്മാനഃ പൂതം നശിച്ചവരായിട്ട്, പാപം നശിച്ചവരായിട്ട്, തം ആപു അവനെ പ്രാപിച്ചു, ആപുഹു പ്രാപിച്ചു. കാമാത് ദ്വേഷാത് ഭയാത് സ്നേഹാത് യഥാഭക്തേശ്വരേ മനഃ ആവേശ തദഖം ഹിത്വാ ബഹവസ്തദ്ഗതിം ഗതാഹ. ഇത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഭാഗവതത്തിലെ. കാമാത് ദ്വേഷാത് ഭയാത് സ്നേഹാത്, എന്തെങ്കിലും കാരണമായിട്ട് ഭഗവാനെ മനസ്സിൽ എപ്പോഴും ഉറപ്പിച്ചിരിക്കുന്നവർക്ക് ആ സദ്ഗതി ലഭിക്കും. ഗോപ്യ, ഇനി ആരൊക്കെ അങ്ങനെയുള്ളവരെന്നാ? ഗോപ്യ കാമാത്, ഗോപികൾ കാമം കൊണ്ട്. ഭയാത് കംസോ, കംസന് എന്തുകൊണ്ടാണ് മോക്ഷപ്രാപ്തി കിട്ടിയത്? ഭയം കൊണ്ട്. ദ്വേഷാത് ചൈദ്യം എന്ന് പറഞ്ഞാൽ ശിശുപാലൻ, ചൈദ്യരാജകുമാരനാണ് അത് ചൈദ്യം എന്ന് പറയുന്നിരിക്കുന്നത്. ശിശുപാലനെയാണ്. ദ്വേഷം കൊണ്ട്, എപ്പോഴും ദേഷ്യമാണ് ശിശുപാലന്. സംബന്ധാത് എന്ന് വെച്ചാൽ സുഹൃത ബന്ധം കൊണ്ട്. വൃഷ്ണികൾ എന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ കുലം, വൃഷ്ണികൾ, യാദവരെന്നൊക്കെ പറയാം, വൃഷ്ണികൾ. പിന്നെ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ, സ്നേഹം അത് ഹേതുവായിട്ട് നിങ്ങൾ, ഭക്തിയാൽ ഞങ്ങൾ. അങ്ങനെ നാരദരൊക്കെ ഭക്തിയാലും ഭഗവാനെ എത്തിച്ചേരുന്നു. കഥമോപി നവേനഃ സ്യാത് പഞ്ചാനാം പുരുഷം പ്രതി തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. കഥമോപി ന വേന സ്യാത് പഞ്ചാനാം പുരുഷം പ്രതി തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. വേനൻ എന്തുകൊണ്ടാണ് നരകത്തിൽ വീണതെന്നതിന് ആണ് ഇപ്പോൾ പറയുന്നത്. വേനന് മുകളിൽ പറഞ്ഞിരിക്കുന്ന 5 പേരിൽ ഉൾപ്പെട്ടവനല്ല. ഒന്നുകൊണ്ടും എന്തുകൊണ്ടാണെന്നാണല്ലോ ചോദിച്ചത്. വേനൻ എന്ന് പറഞ്ഞവന് മുക്തി കിട്ടിയില്ല. പക്ഷേ
ഈ ശിശുപാലനെ പോലെയുള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടുകയും ചെയ്തു. അതെങ്ങനെയാണ് ശരിയാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേനന് കിട്ടാഞ്ഞത് ഈ 5 ഇതിനകത്തും ശരിയായിട്ടില്ല. ഒരു വിധത്തിലും ഭഗവാനിൽ അവൻ്റെ മനസ്സ് ഒരു തരത്തിലും പ്രവേശിച്ചിട്ടില്ല. ക്രോധം കൊണ്ടോ, ദേഷ്യം കൊണ്ടോ, വൈരം കൊണ്ടോ, സ്നേഹം കൊണ്ടോ, കാമം കൊണ്ടോ, സുഹൃത്ത് ബന്ധം കൊണ്ടോ ഒന്നും അവന് ഭക്തി ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം പറഞ്ഞതിൻ്റെ സാരം ഏതെങ്കിലും വിധത്തിൽ മനസ്സിനെ പാപ ഇല്ലാത്തി ആക്കി തീർക്കുന്നവനായ ആ മഹാവിഷ്ണുവിൽ അല്ലെ ശ്രീകൃഷ്ണനിൽ ഉറപ്പിക്കണം. എന്നാൽ ആ പരമപുരുഷാർത്ഥമായ സായുജ്യത്തെ പ്രാപിക്കും. പുരുഷാർത്ഥങ്ങൾ കാമമർത്ഥം മോക്ഷം. അർത്ഥം, കാമം, മോക്ഷം 4 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ മോക്ഷം എന്ന് പറയുന്ന ആ ഭാഗം അതിനകത്തോട്ട് പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തേതായ സായുജ്യം മോക്ഷത്തെ പ്രാപിക്കാനായിട്ട് ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് സാധിക്കും. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജന്മം ഉണ്ടാവാതെ ഇരിക്കുക. ഈ ദുഃഖത്തിൽ കൂടി കടന്നു പോയിട്ട് ഇനിയും ഈ ദുഃഖത്തിൽ കൂടി കടന്നു പോകണമെന്ന് ആർക്കും ആഗ്രഹമില്ലുണ്ടോ? നമുക്കൊക്കെ ഓരോ ദുഃഖങ്ങളുണ്ടാകും, പലതരത്തിലുള്ളത്. അതുണ്ടാകുമ്പോഴൊക്കെ ഓർക്കുക, ഇനിയും ഇതുപോലത്തെ ഒരെണ്ണത്തിനകത്ത് പെടാതിരിക്കാനുള്ള ശ്രമമാണ് വേണ്ടതല്ലേ. ഈ ജീവിതത്തിലാണെങ്കിലും നമ്മളിത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അപ്പോൾ ഇനി അത് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഭക്തി മാർഗത്തിൽ ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ ഇനി ഒരു ജന്മം ഉണ്ടാകില്ല. ദുഃഖമില്ലല്ലോ. ജന്മം ഉള്ളതുകൊണ്ടാണല്ലോ ദുഃഖം വരുന്നത്. മാതൃശ്വശ്രേയോ വാശ്ചൈദ്യോ മാതൃശ്വശ്രേയ മാതൃ സഹോദരി പുത്രരാകുന്നു. അതാ ചൈദ്യൻ ശിശുപാലൻ. ദന്തവക്ത്രശ്ച പാണ്ഡവ പാർഷദ പ്രവരോ വിഷ്ണോർ വിപ്രശാപാത് പദ അച്യുതൗ ഇല്ല അവിടെ ച്യുതി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അധപതനം ഉണ്ടാകുക. അച്യുതൻ ച്യുതി ഇല്ലാത്തവൻ എന്നർത്ഥം. ഇവിടെ ച്യുതി എന്ന് തന്നെ പറയണം. പദാത് ച്യുതൗ എന്നാണ് ആ വാക്ക്. അത് ഓർത്ത് അവിടെ എഴുതി വെച്ചോണം. അച്യുതെന്ന് വരരുത്. പദാത് ച്യുതൗ. മാതൃശ്വശ്രേയോ വയശ്ചൈദ്യോ അല്ലയോ പാണ്ഡവ, ഈ ശിശുപാലനും ദന്തവക്ത്രനും നിങ്ങളുടെ മാതൃ സഹോദരി പുത്രന്മാരാണ്. അപ്പോൾ വിഷ്ണു ജൈവിജയന്മാരായിരുന്നല്ലോ അവർ. ദന്തവക്രനും ശിശുപാലനും സത്യത്തിൽ ഭഗവാന്റെ ഭൃത്യവർഗത്തിൽ ശ്രേഷ്ഠന്മാരായ ജൈവിജയന്മാരാണ്. ഒരു ബ്രാഹ്മണ ശാപം നിമിത്തം ആരാണ്? സനകാദികളാണ് അവരെ ശപിച്ചത്. ബ്രാഹ്മണർ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനികളായ സനകാദികളെ ശപിച്ചത് കൊണ്ടാണ് അവർ മനുഷ്യലോകത്തിൽ എത്തിപ്പെട്ടത്. അപ്പോൾ അവർക്ക് ശാപം രണ്ടുപേരാണ് വരുന്നത്. അപ്പം എന്താ പറ്റിയത്? അവരുടെ ശാപ നിവൃത്തി വന്നതുകൊണ്ട് ആ സായുജ്യത്തിന് അർഹത തന്നെയായി. നീ പാണ്ഡവകുലത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഭഗവത് സായുജ്യത്തിന് അർഹന്മാരാണ്. പാണ്ഡുകുലജാതരായ നിങ്ങൾ ഈശ്വരനിൽ സ്നേഹം കൊണ്ട് എന്ന പോലെ ശിശുപാല ദന്തവക്ത്രന്മാർ ദ്വേഷത്താൽ, അങ്ങനെയൊക്കെ ഭക്തിയുണ്ട്. എന്തുകൊണ്ട്? പാണ്ഡവ വംശത്തിൽ ജനിച്ചതുകൊണ്ട്. സ്നേഹം കൊണ്ട്, നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് ഭഗവാനിൽ ഭക്തിയുണ്ട്. അതുപോലെ ശിശുപാലനും ദന്തവക്ത്രനും ദ്വേഷം കൊണ്ട് മുക്തിക്ക് അവകാശമുണ്ട്. പക്ഷെ മറ്റേ ഈ വേനൻ എന്ന് പറഞ്ഞ ആൾ ഇതൊന്നും അർഹനല്ലാത്തത് ഇതിൽ ഒരു തരത്തിലുള്ള ഭക്തിയിലും പെട്ടിട്ടില്ല. ആ വാക്കൊക്കെ കിട്ടിയല്ലോ അല്ലേ? വിഷ്ണോർ വിപ്രശാപാത് പദാത് ച്യുതൗ. താഴോട്ട് വീണു, പതിച്ചു എന്നാ. ച്യുതി സംഭവിച്ചു എന്നൊക്കെ പറയല്ലേ. മൂല്യച്യുതി എന്ന് പറയാറുണ്ട്. ആ മൂല്യങ്ങൾ, നമ്മളുടെ ആദർശങ്ങൾക്കൊക്കെ അധപ്പതനം സംഭവിച്ചു എന്നാ. യുധിഷ്ഠിര ഉവാച കീദൃശ കസ്യവാ ശാപോ ഹരിദാസാഭിമർശന അശ്രദ്ധേയ ഇവ ഭാതി ഹരേർ ഏകാന്തിനാം ഭവഃ. ഹരിദാസന്മാരെ ബാധിക്കുന്നതായിട്ട്, ഹരിയുടെ ഭക്തന്മാരെ ബാധിക്കുന്നതായിട്ടുള്ള ശാപം ഏതു വിധമുള്ളത്? ആരുടെയാകുന്നു? ആ ഹരിയുടെ ഏകാന്ത ഭക്തന്മാർക്ക്
അവിശ്വാസ്യമെന്ന പോലെ തോന്നുന്നു. ഇത് ഒരു എല്ലാ പാപങ്ങളെയും ഹരിക്കുന്ന ഭഗവാന്റെ ദാസന്മാരെ ബാധിക്കുന്ന ശാപത്തിന് സ്വരൂപം എന്താണ്? ആരാണ് ശപിച്ചത്? അത് ഭഗവാൻ തന്നെ ശപിച്ചു, ഭഗവാൻ തന്നെ അത് തീർത്തു. ദേഹേന്ദ്രിയാസുഹീനാനാം വൈകുണ്ഠപുരവാസിനാം ദേഹസംബദ്ധം ഏതദാഖ്യാതുമരിഹസി. ദേഹേന്ദ്രിയാസുഹീനാനാം ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ ഇവയോട് കൂടാതെ ഇരിക്കുന്ന വൈകുണ്ഠപുരവാസിനാം വൈകുണ്ഠപുരത്തിൽ വസിക്കുന്നവർക്ക് ദേഹസംബദ്ധം ദേഹം നിമിത്തമുണ്ടായിരിക്കുന്നതായിട്ടുള്ള കെട്ട് ഏത് ഇങ്ങനെ ആഖ്യാതം പറയുവാനായിക്കൊണ്ട് അർഹിക്കുന്നു. നാരദ ഉവാച ഏകദാ ബ്രഹ്മണപുത്ര വിഷ്ണോർലോകം യദർച്ഛയാ സനന്ദനാദയോ ജഗ്മുഹു ചരന്തോ ഭുവനത്രയം. 3 ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മപുത്രന്മാരായ സനകാദികളെ സംഭവം പറയുക. ഒരു നാൾ ഭഗവതിൻ്റെ ഇച്ഛ കൊണ്ട് ഭഗവാനെ കാണാനായിട്ട് വിഷ്ണു ലോകത്തിൽ ചെന്നു. പഞ്ചഷഡ്ഡായനാർഭാഭ പൂർവേഷാമപി പൂർവജ ദിഗ്വാസസ ശിശൂന്മത്വാ ദ്വാസ്തൗ താൻ പ്രത്യക്ഷേധതാം. പഞ്ചഷഡ്ഡായനാർഭാഭ 5 ഷട്ട് 6 ഹായനം 1 വർഷം അർഭകൻ ബാലൻ ആഭ ശോഭ 5-6 വയസ്സ് പ്രായമുള്ള കുട്ടികളെ പോലെ എന്നും ഇരിക്കുന്നവരാണ് സനകാദികൾ. ഇപ്പോഴും അവരുണ്ട്, അവരെന്നും അതുപോലെ ഇരിക്കുന്നതേ ഉള്ളൂ. അവർ ഒരിക്കലും വസ്ത്രമൊന്നും കൊടുക്കാൻ മാത്രമുള്ള പ്രായമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഒന്നും വസ്ത്രമൊന്നുമില്ല. ദിക്ക് എന്ന് പറഞ്ഞാൽ ഓരോ തെക്കും വടക്കും കിഴക്കും ഒക്കെ അവരുടെ വസ്ത്രങ്ങൾ, അതാ ദിഗംബരന്മാരെന്ന് പറഞ്ഞത്. ദിക്കുകൾ അമ്പരമായിട്ടുള്ളവർ ദിഗംബരന്മാരെന്ന് പറയും. അപ്പോൾ അത് അങ്ങനെയുള്ള അവരെ പൂർവജൻ 5-6 വയസ്സുമുള്ള കുട്ടികളെ പോലെ ഇരിക്കുന്നവരും വസ്ത്രമൊന്നും ഇല്ലാത്തവരും, എന്നാൽ വാസ്തവത്തിൽ അവർ പൂർവ്വത്തിൽ പണ്ടേ ജനിച്ചവരുമായ മരീചിയാദികളുടെ പൂർവ്വജന്മന്മാരാകുന്നു. മരീചികളുടേതും പൂർവ്വത്തിൽ മരീചികൾ ഉണ്ടായതിനും മുൻപ് ഉള്ളവരാകുന്നു. അവരെ കണ്ടപ്പോൾ കുഞ്ഞു കുട്ടികളാണെന്നുള്ള വിചാരത്താൽ ഈ ദ്വാരപാലകന്മാരായ ഈ ജയവിജയന്മാരിവരെ തടുത്തു നിർത്തി വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാൻ പോകാനായിട്ടേ. ആരാ? ആദ്യമേ ഉണ്ടായവരവർ, ബ്രഹ്മൻ്റെ ആദ്യ സൃഷ്ടികളിൽപ്പെട്ടതാണ്. ഈ നമ്മുടെ സത്യത്തിൽ മരീചികൾക്കും മുമ്പുള്ള സൃഷ്ടികളിൽപ്പെട്ടവരാണ് അവർ. അവരെ തടഞ്ഞു. അപ്പോൾ നമുക്കുണ്ട് ഇവിടെ ജയവിജയന്മാർ ഭഗവാനെ കാണാൻ പോകുന്നതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തടസ്സം പിടിക്കുന്നത്. നമുക്ക് കാണാൻ ഗുരുവായൂർ എന്നാൽ ഓടിപ്പോ മാറിപ്പോ എന്ന് പറഞ്ഞ് പട്ടിയെ ആട്ടി വിടുന്ന പോലെ പടുന്നത്. അത് അവർ ജയവിജയന്മാരാണ്. അടുത്ത ജന്മത്തിൽ അവർ ഏതായാലും ഇവർ ആയിട്ട് ജനിക്കും. എന്തെങ്കിലും 2 അസുരന്മാരായിട്ട് അവരെങ്ങനെ ജനിച്ചിരിക്കുന്നതായി ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ. ശാപം കൊടുക്കുകയല്ലേ ഓരോ ഭക്തരും. ഭഗവാന്റെ ഭക്തരെ ശപിക്കുക. ആ ജോലിക്ക് ചില ആൾക്കാർ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട്. ഗുരുവായൂർ ഇന്നാളെന്തോ ആരോ പറഞ്ഞപ്പോൾ ഗുരുവായൂരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവർ ഈ ഡ്യൂട്ടി ഇടുമ്പോഴേ ഇതൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറയാൻ ഞാൻ മാറാറുണ്ടെന്ന് വെച്ചാൽ ഇതുപോലത്തെ പ്രസംഗങ്ങളിലൊക്കെ ഈ ആൾക്കാർ ഭാഷണങ്ങളിലൊക്കെ പറയും ജയവിജയന്മാരായി നിൽക്കുന്ന അടുത്ത ജന്മത്തിലും ഇതുണ്ടാവില്ല, ഭക്തന്മാരെ തടയുന്നതാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു മോക്ഷം ഉണ്ടാവുകയില്ല, ഭഗവാന്റെ ഇഷ്ടകാരിയാകുകയില്ല എന്നുള്ളത് കൊണ്ട് ആ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി കിട്ടാനായിട്ട് അവിടെ റെക്കമെൻഡേഷൻ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടപ്രവൃത്തിയായി ചെയ്യുന്നതേ. കാര്യം ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ കണ്ട് തൊഴാൻ ഇത്രയും പേര് ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റുകയില്ല എന്നുള്ളത് ശരി. എന്നാലും ഒന്ന് തൊഴാൻ നേരത്ത് ആ തൊഴുതവരെ ഒന്ന് വിടുക. നിങ്ങൾ അത് നേരത്തെ തന്നെ അവരെ പരിശീലിപ്പിച്ചോ അല്ലെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ വേഗം പോകണമെന്നൊക്കെ പറഞ്ഞ്, അല്ലാതെ അവിടെ നിന്നുകൊണ്ട് പോകുന്നു ഇങ്ങനെ ആട്ടി വിടാത്ത രീതിയിൽ വേണേൽ ചെയ്യാം. നമുക്ക് സിഗ്നലിൽ ലൈറ്റ് കിട്ടുമ്പോൾ ഇന്നാൾ കണ്ടതാണ് ഞാനിത്. നിങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടാവും. വാഹനത്തിന് നമ്മൾ സിഗ്നലിൽ കിടക്കുകയെന്ന് പറയില്ലേ. അപ്പം പച്ച ലൈറ്റ് തെളിയുമ്പോഴേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് അത്രയും നേരം ഒന്ന് നിൽക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ആട്ടി വിടുന്ന പരിപാടി നിർത്താം, വേണമെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് ജയവിജയന്മാർ ഇപ്പോഴും ഉണ്ട്. ആ ശപൻ കുപിതായേവം യുവാം വാസം ന ച അർഹത രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷ പാപിഷ്ടാമാസുരീം യോനീം ബാലിശൗ യാതമാശ്വതഃ. ആ ശപൻ കുപിതായേവം
കോപിച്ചവരായിട്ട് ഇപ്രകാരം ശാപിച്ചു. ആര്? ഈ സനകാദികൾ. അങ്ങനെ ശാപിക്കുന്നവരൊന്നും അല്ല അവർ, പക്ഷേ അവരങ്ങ് ശാപിച്ചു പോയി. മധുവൈരിയുടെ, അതായത് ഭഗവാന്റെ രജസ് തമസുകളാൽ രഹിതേ പാദമൂല്യ പരിത്യജിക്കപ്പെട്ട പാദമൂലത്തിൽ നിങ്ങൾ രണ്ടുപേര് ശരിക്കും പറഞ്ഞാൽ ഈ ഭഗവാന്റെ മുമ്പിൽ ഈ പാദസേവ ചെയ്യാൻ അർഹരല്ല. നിങ്ങൾ ശരിക്കുള്ള ഭക്തരല്ല. അതുകൊണ്ട് ബാലിശമൂഢന്മാരായ നിങ്ങൾ രണ്ടുപേരെ ഇവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പാപികൾക്ക് ആസ്പദമായിട്ട് യോനി, അതായത് ഒരു യോനിയുണ്ട്, ഒരു ഗർഭപാത്രമുണ്ട്, അവിടെയോട്ട് പോയി അവിടെ യാത്ര ചെയ്തോളാം, അങ്ങോട്ട് പോയിക്കോളാം, ധ്യാനം ചെയ്തോളാം, അങ്ങോട്ട് ചെന്നോളാം ശപിച്ചു സനകാദികൾ. ഈ ജയവിജയന്മാരെ കഥ അറിയാവുന്ന നിങ്ങൾക്ക്. ഏവം ശബ്ദോ സ്വഭവനാത് പതന്തോ തൈ കൃപാലുഭിഹി പ്രോക്തോ പുനർജന്മഭിർവാം ത്രിഭിർലോകായ കൽപ്പത. എത്ര കാലമാണ് അവർ രണ്ടുപേരും വൈകുണ്ഠ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ ശാപം കിട്ടിയ ഉടനെ താഴോട്ട് പോന്നു. അത് കണ്ടപ്പോൾ സനകാദികൾക്ക് ഒരു സങ്കടം തോന്നി. ഞങ്ങൾ ശപിച്ചത് കാരണം ഇങ്ങനെ രണ്ടുപേര് അധപ്പതിച്ചു പോയല്ലോ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 3 ജന്മം കൊണ്ട് ഈ ശാപത്തിൽ നിന്ന് മുക്തരാകാം എന്ന്. അത് അന്വയിച്ച് പറയുകയാണെങ്കിൽ ഏവം ശബ്ദവും സ്വഭവനാത് പതന്തവും പതിക്കുന്നവരുമായ അവർ രണ്ടുപേർ കൃപ ഉണ്ടായി. അവർ രണ്ടുപേരോട് കൃപാലു ആയി. ആര്? സനകാദികൾ. അവരാൽ നിങ്ങളുടെ ത്രിഭി 3 ജന്മം ഭി 3 ജന്മങ്ങൾ കൊണ്ട് പുനഃലോകായ രണ്ടാമതും ഈ ലോകത്തെ പ്രാപിക്കാൻ കഴിയട്ടെ. ജജ്ഞാതേ തൗ ദിതേ പുത്രോ ദൈത്യദാനവവന്ദിതോ ഹിരണ്യകശിപുർജ്യേഷ്ഠോ ഹിരണ്യാക്ഷോനുജസ്തത. അങ്ങനെയാണ് ആ ശാപം നിമിത്തം ജയവിജയന്മാർ രണ്ടുപേരും ദിതിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചു. നല്ല അസുരയോനിയിൽ ജനിക്കുകയുള്ളൂ. അച്ഛൻ കശ്യപനാണ്. ആ നിലയിലും അവർക്ക് ഉത്കർഷം തന്നെയാണ് ഉണ്ടായത്. ദൈത്യന്മാരും ദാനവന്മാരും ഒക്കെ അവരെ വന്ദിച്ചു. അവരിൽ ഹിരണ്യകശിപു എന്ന പേരായവൻ ജ്യേഷ്ഠൻ, ഹിരണ്യാക്ഷൻ അവൻ്റെ അനുജൻ. ഹതോ ഹിരണ്യകശിപുർ ഹരിണാ സിംഹരൂപിണ ഹിരണ്യാക്ഷോധരോദ്ധാരേ വിഭ്രത സൗകരം വപോ. സിംഹരൂപത്തോടു കൂടിയ ഹരിയാൽ ഭഗവാനാൽ മഹാവിഷ്ണുവാൽ ഹിരണ്യകശിപു ഹനിക്കപ്പെട്ടു. ധരോദ്ധാരേ ഭൂമിയെ ധരേ അതായത് ഭൂമിയെ ഉദ്ധരിക്കുന്നതിൽ സൗകരം സൂകരമായിട്ടുള്ള വപു ശരീരം, സൂകരൻ എന്ന പന്നി, പന്നിയുടെ വേഷത്തെ ശരീരത്തെ എടുത്തു. ബിഭ്രത ധരിച്ച ഹരിയാൽ ഹിരണ്യാക്ഷനും ഹനിക്കപ്പെട്ടു, ഹിരണ്യാക്ഷനെ കൊല്ലപ്പെട്ടു. ഹിരണ്യകശിപു പുത്രം പ്രഹ്ലാദം കേശവ പ്രിയം ജിഘാംസുർ അകരോത് നാന. ആ വാക്കങ്ങനെയാണ്. ജിഘാംസുർ അകരോത് നാനാ യാതന മൃത്യുഹേതവേ. ഹിരണ്യകശിപു പുത്രം പ്രഹ്ലാദം കേശവപ്രിയം, കേശവപ്രിയനായിട്ടുള്ള ഒരു പുത്രൻ, അതായത് പ്രഹ്ലാദം എന്ന പുത്രനുണ്ടായി. ജിഘാംസു ഹനിപ്പാൻ ആഗ്രഹിച്ച ഹിരണ്യാക്ഷ ഹരിഭക്തിയുള്ള പ്രഹ്ലാദൻ എന്ന പുത്രനെ ഹനിക്കാനായിട്ട് ഹിരണ്യകശിപു പ്രത്യേകം ശ്രമിച്ചു. ഒരുപാട് നാനായാതന, വളരെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു. അകരോത് ചെയ്തു. പുത്രനെ വധിക്കാനായിട്ട് ഹിരണ്യകശിപു സ്വന്തം പുത്രനെ, അതായത് എന്തുകൊണ്ട് ഹരിയുടെ ഭക്തനായതുകൊണ്ട് മാത്രം വധിക്കാനായിട്ട് ആഗ്രഹിച്ചു. വധിക്കാനായിക്കൊണ്ടുള്ള ഓരോ കർമ്മങ്ങളെ ചെയ്തു. അകരോത് ചെയ്തു. സർവഭൂതാത്മഭൂതം തം പ്രശാന്തം സമദർശനം ഭഗവ തേജസാ സ്പൃഷ്ടം. ഭഗവത്താണ്, ഖായല്ലത്. ഇവിടെ ഇതിനകത്ത് ഖാന്ന് എഴുതി കണ്ടിരിക്കുന്നു, അങ്ങനെയല്ലത്. ഭഗവത് തേജസാ സ്പൃഷ്ടം നാശക്നോത് ഹന്തുമുദ്യമൈഹി.
അപ്പോൾ സമദർശനം, എല്ലാ വസ്തുക്കളിലും ഒരേ ദർശനത്തോടു കൂടിയിരിക്കുന്ന, അതുപോലെ പ്രശാന്തൻ എന്ന് വെച്ചാൽ ശാന്തനായിട്ടുള്ള, അത് മാത്രമേ ഉള്ളൂ, പ്രാഗ്യ പ്രത്യേകതയൊന്നുമില്ല, പ്രകർഷേണ ശാന്തൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. പ്രശാന്തനുമായിട്ടിരിക്കുന്ന, എല്ലാ ഭൂതങ്ങളിലും ആത്മാവായിട്ടിരിക്കുന്ന ഭഗവത് തേജസ്സിനാൽ സ്പർശിക്കപ്പെട്ടവനുമായ അവനെ അതായത് ആരെ, ആ പ്രഹ്ലാദനെ ഉദ്യമമായി വളരെയധികം ഉപായങ്ങൾ കൊണ്ട് പരിശ്രമം ചെയ്ത് ഹനിപ്പാനായിക്കൊണ്ട്, ഹനിക്കാൻ, അതായത് കൊല്ലാൻ വേണ്ടിയിട്ട് അശക്നോത് ശക്തനായില്ല. കണ്ടോ, പല വിധത്തിൽ നോക്കിയിട്ടും ഭഗവാന്റെ ഭക്തനായ പ്രഹ്ലാദനെ വധിക്കാൻ ഹിരണ്യകശിപുവിന് ആയില്ല. അശക്നോത് ഹന്തുമുദ്യമൈ, ആ വാക്കിങ്ങനെയാണ്, ഏറ്റവും അവസാനത്തെ വാക്ക്. അശക്നോത് ഹന്തും ഉദ്യമൈഹി എന്നങ്ങനെ. അത് ഒന്നുകൂടെ നോക്കി, ഞാനിത് പറഞ്ഞത് ഒന്നുകൂടെ ഇട്ടിട്ട് എഴുതിയിടണമെങ്കിൽ എഴുതിയിട്ടുള്ളൂ. അശക്നോത് ഹന്തും ഉദ്യമൈ, ഒന്നിച്ച് വായിക്കുമ്പോൾ അശക്നോത് ഹന്തും ഉദ്യമൈഹി. തതസ്ഥൗ രാക്ഷസൗ ജാതോ കേശിന്യാം വിശ്രവസുതൗ രാവണ കുംഭകർണശ്ച സർവലോകോപതാപനോ. തതസ്ഥൗ രാക്ഷസൗ ജാതൗ, തൗ അതിൽ പിന്നെ ഇവർ രണ്ടുപേര് വിശ്രവസുതൗ, വിശ്രവസിൻ്റെ മക്കളായിട്ട് കേശിനിയിൽ, വിശ്രവസിൻ്റെ പുത്രനായിട്ട് കേശിനിയിൽ രാക്ഷസന്മാരായിട്ട് ജനിച്ചു. അവരാണ് രാവണനും കുംഭകർണനും. അതാണ് 3 ജന്മമുണ്ടല്ലോ, അതാണ് ദന്തവക്രൻ്റെയൊക്കെ കഥ പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിലാണ് ആദ്യം ഉണ്ടായത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, പിന്നെ രാവണനും കുംഭകർണനും, പിന്നെ ദന്തവക്രനും ശിശുപാലനും. അങ്ങനെ 3 ജന്മം കിട്ടിയെന്ന്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ തിരിച്ചാണ്. ആദ്യത്തേത് അവസാനത്തേത് ആദ്യമാണ് പറഞ്ഞതന്നേ ഉള്ളൂ. അതാണല്ലോ പരീക്ഷത്തിന് അറിയാവുന്നത് കൊണ്ട്. കേശിനിയിൽ രാക്ഷസരായിട്ട് ജാതരായി സർവ്വലോകത്തിനും ദുഃഖം ഉണ്ടാക്കുന്ന, താപം ഉണ്ടാക്കുന്നവരായിട്ട് തീർന്നു. അവർ രാവണനും കുംഭകർണനും ആകുന്നു. തത്രാപി രാഘവോ ഭൂത്വാ ന്യഹനത് ശാപമുക്തയെ നിഹനിച്ചു. ന്യഹനത് പിന്നെ ഇച്ഛ എന്നുള്ളിടത്ത് ന്യഹനത് ശാപമുക്തയെ, ശാപമോചനത്തിനായിക്കൊണ്ട് നിഹനിച്ചു. ഈ രഘുകുലത്തിൽ ശ്രീരാമനായി ജനിച്ചിട്ട് അവതരിച്ചിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഹനിച്ചു. ആരെയാ? കുംഭകർണനെയും രാവണനെയും. രാമവീര്യം ശ്രോഷ്യസി ത്വം മാർക്കണ്ഡേയ മുഖാത് പ്രഭോ. മാർക്കണ്ഡേയ മുഖത്തിൽ നിന്ന് രാമവീര്യത്തെ കേൾക്കാം. ആ കഥ മാർക്കണ്ഡേയൻ പറയുന്നു പിന്നീട്. ഈ രാവണനും കുംഭകർണനുമായി ജനിച്ച അവരെ ഭഗവാൻ രഘുകുലത്തിൽ രഘുവംശത്തിൽ ജനിച്ചിട്ട് ദശരഥപുത്രനായി അവതരിച്ച അവരെ നിഗ്രഹിച്ചു. അവരുടെ ശാപത്തെ തീർത്ത് അനുഗ്രഹിക്കണമെന്നാണ് ഭഗവാന്റെ കാരുണ്യം. ആ ഭഗവാന്റെ കാരുണ്യം, ഭഗവാൻ കൊന്നാൽ ജൈവജയന്മാർ മോക്ഷപ്രാപ്തി ചെയ്യും. അപ്പോൾ സനകാദികളുടെ ശാപത്തിന് മറികടക്കാൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ പറ്റൂ. അങ്ങനെ അല്ലയോ പ്രഭു, രാമചന്ദ്രൻ്റെ വീര്യത്തെ മാർക്കണ്ഡേയൻ്റെ മുഖത്തിൽ നിന്ന് തന്നെ കേൾക്കാൻ അങ്ങേക്ക് സാധിക്കും. അതുകൊണ്ട് രാമചരിതം കേൾക്കണമെന്നുള്ള ഇപ്പം ബലം പിടിക്കരുത് കേട്ടോ എന്ന്. ആ കഥ, രാമൻ്റെ കഥ വിശദമാക്കണം. രാമായണം എന്ന് പറയുന്നത് ബൃഹത് ആയിട്ടുള്ള ആ ഭാഗം മുഴുവൻ ഞാൻ ഭാഗവതത്തിൽ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വ്യാസൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ആ കഥ മാർക്കണ്ഡേയ ചരിതത്തിൽ വിശദമായിട്ട് പറയാം. ഇപ്പോൾ അങ്ങ് അതറിയാനുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കണം. അങ്ങക്ക് 7 ദിവസമേ ഉള്ളെന്നാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതിനും ബൃഹത്തായ കഥയെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കഥയും കൂടെ വ്യാസൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പിൽക്കാല കവികൾ പറയുന്നുണ്ട്. ഏത് കഥയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്, രാധയുടെ കഥ. രാധയുടെ കഥ പറഞ്ഞ് തുടങ്ങിയാൽ ഭാഗവതം പറയാനേ പറ്റില്ല വ്യാസന്. അത്രമാത്രം പറയാനുണ്ട്. അത്രമാത്രം ഭക്തി, അത്രമാത്രം സ്നേഹം, പ്രണയം ഒക്കെ രാധാദേവിയും കൃഷ്ണൻ്റെ കഥ പറയാൻ തുടങ്ങിയാൽ തീരില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവം വ്യാസൻ അതിനെ മാറ്റിവെച്ചു. അതുപോലെ ഒരു ബുദ്ധിപൂർവം ചെയ്ത പ്രവൃത്തിയാണ് ഈ രാമചരിതം. നമുക്ക് തന്നെ അറിയാം രാമായണം എത്ര വിധത്തിലാണ്, എത്ര എണ്ണമാണ്, എത്ര തരത്തിൽ, എത്രയൊക്കെ കഥകൾ, എത്രയൊക്കെ സങ്കീർണങ്ങളായ
പ്രവൃത്തികളിൽ കൂടിയാണ് രാമായണം കടന്നു പോകുന്നത്. അത് മുഴുവനൊന്നും ഭാഗവതം, അതായത് കൃഷ്ണ ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന കഥകളിൽ രാമകഥ വെറുതെ പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിനെ അങ്ങ് ചോദിക്കരുതേ. ഞാൻ ചോദിച്ചാൽ ഇനി എൻ്റെ ഇതെല്ലാം മുടങ്ങും, നമ്മുടെ പരിപാടികളെല്ലാം മുടങ്ങും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് ചോദിച്ചതിന് ഉത്തരം ഞാനായിട്ട് ഓരോ കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. മാർക്കണ്ഡേയ ചരിതത്തിൽ വിശദമായിട്ട് നമുക്ക് രാമകഥ കാണാം. താവേവ ക്ഷത്രിയൗ ജാതോ മാതൃശ്വസ്രാത്മജൗ തവ അധുനാ ശാപനിർമുക്തോ കൃഷ്ണചക്രഹതാം ഹസൗ. തൗ ഏവയാണ് താവേവയായത്. തൗ ഏവ, അവർ രണ്ടുപേര് തന്നെ. ആ തൗ ഏവ ക്ഷത്രിയൗ ജാതൗ മാതൃശ്വസ്വാത്മജ തവ, അങ്ങയുടെ മാതാവിൻ്റെ സഹോദരി പുത്രന്മാരായിട്ട് ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു. കൃഷ്ണ ചക്രഹതാം ഹസൗ ശ്രീകൃഷ്ണൻ്റെ ചക്രത്താൽ, സുദർശന ചക്രത്താൽ ഹനിക്കപ്പെട്ട പാപത്തോടു കൂടിയവരായി ഇപ്പോൾ എന്ന വാക്കിൻ്റെ അർത്ഥം ശാപനിർമുക്തോ, ശാപത്തിൽ നിന്ന് തീർത്തും മുക്തരായി. മുജ്ജന്മത്തിലെ രാവണകുംഭകർണന്മാരായിരുന്ന ആ രണ്ടുപേർ തന്നെ ആണ് ഇപ്പോൾ അങ്ങയുടെ മാതൃ സഹോദരി പുത്രന്മാരായ ക്ഷത്രിയ വംശത്തിൽ ജനിച്ചിരിക്കുന്നത്. ഏത്? ശിശുപാലനും ദന്തവക്രനും. അത് പരീക്ഷത്തിൻ്റെ. ശ്രീകൃഷ്ണൻ്റെ ചക്രത്താൽ അവരുടെ പാപം നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ജന്മത്തിൽ അവർ ശാപത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടി. അതുകൊണ്ട് അത് ആ കഥ അങ്ങനെ പറഞ്ഞു. വൈരാനുബന്ധ തീവ്രേണ ധ്യാനേനാച്യുതസാത്മതാം നീതൗ പുനർഹരേ പാർശ്വം ജഗ്മദുർവിഷ്ണു പാർഷദോ. വൈരാനുബന്ധ തീവ്രേണ, വൈരത്തിൽ അനുബന്ധത്താൽ, വൈരത്തിൻ്റെ അനുബന്ധം നിമിത്തം, ധ്യാനത്താൽ അച്യുതസാത്മതാം, അച്യുതനിൽ ലയം, നീതൗ പ്രാപിക്കപ്പെട്ടവരായി. പിന്നെ വിഷ്ണു പാർഷദൗ, വിഷ്ണു ഭൃത്യന്മാരായിട്ട്, ഹരേ പാർശ്വം, ഹരിയുടെ സമീപത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തു. യുധിഷ്ഠിര ഉവാച, യുധിഷ്ഠിരനോട് പറഞ്ഞ യുധിഷ്ഠിരൻ നാരദരോട് പറയുന്നതായിട്ട് ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാണല്ലോ ശ്രീശുഖൻ പറയുന്നത് യുധിഷ്ഠിരനോട്. യുധിഷ്ഠിര, ഞാൻ ഈ കഥ പറഞ്ഞു തരാം, ഇത് അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് രാമകഥയെ പറയാൻ ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞത് യുധിഷ്ഠിരനോട്. വിദ്വേഷോ ദൈതേ പുത്രേ കഥാം ആസീ മഹാത്മനി ബ്രൂഹി മേ ഭഗവാൻ യേന പ്രഹ്ലാദസ്യാച്യുതാത്മതാം. വിദ്വേഷോ ദൈതേ പുത്രേ കഥമാസീൻ മഹാത്മനി ബ്രൂഹി മേ ഭഗവാൻ യേന പ്രഹ്ലാദസ്യാച്യുതാത്മതാ. ആ മഹാത്മനി, മഹത്തായ ആ അന്ധകരണത്തോടു കൂടിയ ദൈതേ പുത്രേ, പ്രിയ പുത്രനിൽ വിദ്വേഷം, വിരോധം എങ്ങനെയുണ്ടായി? എന്ത് സംഗതിയാൽ? പ്രഹ്ലാദന് അച്യുതനിൽ ആത്മനിഷ്ഠയുണ്ടായി. ഭഗവൻ ഹേ സർവജ്ഞനല്ലേ അങ്ങ് എന്നോട് പറഞ്ഞു തരണം. യുധിഷ്ഠിരൻ പറയുക, അപ്പോൾ അതൊന്നും ഞാൻ രാമൻ്റെ കഥ ചോദിക്കുന്നില്ല, പക്ഷേ ഈ കഥ ഒന്നുകൂടെ പറഞ്ഞു തരണം. പ്രഹ്ലാദൻ എങ്ങനെയാണ് ഈ ഭക്തി ഉണ്ടായത്? ഈ ദൈത്യപുത്രനായ പ്രഹ്ലാദന് എങ്ങനെയാണ് ഭക്തി ഉണ്ടായതെന്നുള്ള കാര്യം പറഞ്ഞു തരണം എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരമായിട്ട് ഇനി അടുത്ത അധ്യായങ്ങളിലൊക്കെ പറയുന്നത്. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ സപ്തമസ്കന്ധേ അസദ് വാസനാനിരൂപണ പ്രകരണേ ഔദ്ധത്യനിരൂപണം നാമ പ്രഥമോധ്യായഃ. ഓം ഹരി ഓം.